വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വീണ്ടും വഴിവിട്ട നിയമനമെന്ന ആക്ഷേപം. SIET ഡയറക്ടർ തസ്തികയിലേക്ക് ലാബ് അസിസ്റ്റന്റിനെയാണ് സർക്കാർ നിയമിച്ചത്. ഡിജിറ്റൽ മീഡിയ രംഗത്ത് പരിജ്ഞാനമുള്ള അധ്യാപകർ വഹിച്ച പദവിയിലേക്കാണ് ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചിരിക്കുന്നത്. പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ വിഭാഗമാണ് SIET. ഹാൻസ് ജോൺ ആണ് ചേരുന്നത് വിവരങ്ങളുമാണ്. ഹാൻസ്, അപ്പോൾ അടിസ്ഥാന യോഗ്യതയില്ലാത്തയാളെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഉയരുന്ന വിവാദം. അതെ ശ്യാമിലി, അങ്ങനെ തന്നെയാണ്. UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിൽ ചട്ടവിരുദ്ധമായ നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമാണ്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം SSK ഡയറക്ടറായി വിരമിച്ച ഉദ്യോഗസ്ഥനെ നിയമിച്ചത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു വഴിവിട്ട നിയമനമെന്ന ആക്ഷേപം ഉയരുന്നത്. SIET ഡയറക്ടർ തസ്തികയിലേക്ക് ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ച് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട വെച്ചൂച്ചിറ പോളിടെക്നിക് കോളേജിലെ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ ജോലി ചെയ്യുന്ന സിബി മുഹമ്മദിനെയാണ് ഈ ഡയറക്ടർ തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനമാണ് SIET. ഈ പദവിയിലേക്ക്, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ രംഗത്ത് പരിജ്ഞാനമുള്ള അധ്യാപകർ വഹിക്കേണ്ട പദവിയിലേക്കാണ് ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചത് എന്നുള്ള ആരോപണമാണ് ഇതിനോടകം തന്നെ ഉയരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നത് കോൺഗ്രസ്, ലീഗ്, അധ്യാപക സംഘടനാ നേതാക്കളാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമനങ്ങൾ ഒഴിവാക്കണമെന്നും ചട്ടവിരുദ്ധ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല, പകരം ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഈ പദവിയിലേക്ക് നിയമിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. ശ്യാമതി. ശരി, ഹാൻസാണ് വിവരങ്ങൾ നൽകിയത്.